നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നെയ്ച്ചോറിൽക്ക് പറ്റിയ നല്ല അടിപൊളിയൊരു ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗ്രേവിയോട് കൂടിയുള്ള കറി എങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മസാല തേച്ച് വെക്കാനാണ്. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല 1.5 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് രണ്ടും കൂടി കൂട്ടി അരച്ചതാണ്, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങ പിഴിഞ്ഞത് അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കിയ 1.5 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനിയൊരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റിന് വെക്കാം. സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു കടായി പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞു വരാനാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് വരണം, അതുവരെ നമുക്ക് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. മൂടി വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഉള്ളി നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിലേക്ക് ആദ്യം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഒരു 3 തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്, അതിനാണ് 3 തക്കാളി ഇട്ടിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്ന വരെ നമുക്കത് വേവിച്ചെടുക്കാം. വേവട്ടെ. തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മസാലപ്പൊടികളൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇത് ഗ്രേവി പോലെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറിലേക്ക് പറ്റിയ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടി വേണമല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് മസാലപ്പൊടികൾ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ളത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലകളൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം റെസ്റ്റിന് വെച്ച ചിക്കൻ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിക്ക്. നെയ്ച്ചോറിന് പറ്റിയ കറിയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ, അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് മതി. പിന്നെ ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും വെന്ത് വരുമ്പോൾ. അപ്പോൾ ആ വെള്ളം മതിയാവും ഏകദേശം ചിക്കൻ കറിക്ക്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊന്ന് നോക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു. അപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇപ്പോൾ തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ബ്രോയിലർ ചിക്കനാണ്, അതുകൊണ്ടൊരു 20 മിനിറ്റോളം വെച്ചാൽ മതി. ഇനി നാടൻ കോഴിയാണെങ്കിലോ അതേപോലെ ലഗോൺ കോഴിയാണെങ്കിലൊക്കെ ചുരുങ്ങിയത് 1 മണിക്കൂർ വേവിച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം പാർന്നിട്ട്, കുറച്ച് കൂടുതൽ വെള്ളം പാർന്നിട്ട് വേവിച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ കസൂരി മേന്തി ചേർക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇനി കസൂരി മേന്തി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പുതിന ചേർത്താലും മതി കേട്ടോ. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്താലും മതി. ഇനി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നെയ്ച്ചോറിലേക്കുള്ള നല്ല ടേസ്റ്റിയായ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ ഗ്രേവിയോട് കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിലേക്ക് നല്ല ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഇങ്ങനെ കൂട്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുണ്ടോ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ. അപ്പോൾ നെയ്ച്ചോറിലേക്ക് പറ്റിയ അടിപൊളി ഒരു ചിക്കൻ കറി നമ്മൾ തയ്യാറാക്കി. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.